എടി എടി പൊന്നുവേ അവിടെ വന്നേ. പെണ്ണിന്റെ ഒരു പവറേ. നീ ചെറുക്കനെ കണ്ട? സുന്ദരനാണ്. അപ്പം നീ കരവിട്ട് പോകാണല്ലേ? പോയാലും നീ വരുവല്ല. അല്ലെങ്കിൽ ഞാനും നിന്റെ ആങ്ങളെയും കൂടി കണ്ണമാലി പെരുന്നാളിന് വന്നവിടെ ഒരു കലക്ക് കിളക്കും. ഇപ്പൊ എങ്ങട്ടാണ്? ചാച്ചനടുത്തേക്ക്. ആ ചെല്ല് ചെല്ല്. അതെ, നമ്മുടെ റിഹേഴ്സൽ ക്യാമ്പ് പൊളിക്കാൻ ചാർലി ആളെ വിട്ടേക്കണ്. നേരെ അപ്പൊ ആശാന ആശാൻ അവന്മാരെ അടുത്ത് കുറെ കയർത്ത് എനിക്ക് അവന്മാർ അതെല്ലാം പിടിച്ചു വലിച്ച് പൊളിക്കണ്. തീരെ പിടിച്ച് കയറ്റാൻ 10 മണി മഞ്ചൊന്നും വേണ്ട. എന്തായി പറയാ? നോക്കിക്കല്ലേ. ആരോട് പറഞ്ഞിട്ടാണ് ഇതൊക്കെ എടുക്കണേ? തട്ട് പൊളിക്കാൻ ആര് പറഞ്ഞെന്നാ? എക്കടാ അവിടെ. റബ്ബേ കാണിക്കുന്നു. പണം മുടക്കാൻ പറഞ്ഞിട്ട് അത് നീയാണ് നാല് തീരുമാനിക്കണം. പലകയല്ലേ പൊളിച്ചോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഈ തട്ടയിൽ വെച്ച് ഞാൻ ഉണ്ടാക്കിയൊന്നും ഇല്ലാണ്ടാക്കണം വിചാരിച്ചാൽ പറ്റത്തില്ലല്ല. കൊണ്ടുപോയി തിന്നട്ട നാറി. എടുക്കാനുള്ള എടുത്തോണ്ട് വേറെ സ്ഥലം വിട്ടോണം കേട്ടാ. എനിക്ക് വളയത്താനുള്ള സ്ഥലമാണ്. ആ നീ വാ. വയ്ക്കടാള്. ഇത് ഞാൻ കായ് കൊടുത്ത് വാങ്ങിയതാണ്. ഞങ്ങൾക്ക് തന്നയച്ച ലിസ്റ്റിലുള്ളതാ. ലിസ്റ്റിലുള്ളതൊക്കെ അവന്റെ ആകുക എന്ന് പറഞ്ഞാൽ എങ്ങനാ? കൊണ്ടുപോയിക്കോട്ടപ്പാ, ഒന്നും നമുക്ക് വേണ്ട. അതെങ്ങനാന്ന്? എടുത്തോട്ടപ്പാ. എന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് അറിയാമടാ ആൻഡോ? വലിയൊരു പുരുഷാരത്തിന്റെ മുമ്പിലെ സ്റ്റേജില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വേഷം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ മേക്കപ്പോടെ കർത്താവ് വിളിച്ചങ്ങ് പോകണേ. നാടകമില്ലാണ്ട് ആശാന് ജീവിക്കാൻ പറ്റുകയില്ലടാ. എങ്ങനെ ഒരു പുതിയ ട്രൂപ്പ് ഉണ്ടാക്കണം. ആ എഞ്ചിനങ്ങ് വിറ്റാല. വള്ളമുണ്ട്, പണയം വെക്കാൻ പൊരയും പറമ്പുണ്ട്. എന്റെ എഞ്ചിനും വേണമെങ്കിൽ വിൽക്കാം. അല്ലെങ്കിൽ എന്തിനാണ്? ഗബ്രിയേൽ അച്ഛനെ പോയി ഒന്ന് കണ്ടാ മതി. 4 കുറേയായി അച്ഛൻ എന്നോട് പറയുന്നു ആശാൻ എന്റെ കൂടെ നിൽക്കണം. നമുക്കൊരു പുതിയ നാടകം വേണ്ടേ ആശാനെ? വേണം. ഒരു കഥയുടെ കരടന്റെ മനസ്സിലുണ്ട്. അത്